യെസ്, ഭാരതമാതാ കോളേജ് തൃക്കാക്കര. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു ഭാരതമാതാ കോളേജിലെ അഡ്മിഷനെ പറ്റിയിട്ട്. നമ്മൾ ഓൾറെഡി ഭാരതമാതാ ഓട്ടോണമസ് ആണ്, അത് സ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ അവർ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് നമ്മുടെ അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ ക്യാരി ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഫോർ അഡ്മിഷൻ. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അഡ്മിഷൻ്റെ ആ ഒരു ടൈമിൽ ചെല്ലുക. 10th +2 സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ എന്തെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ്, TC CC അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കയ്യിൽ കരുതണം. പിന്നെ അതിൻ്റെ എല്ലാം തന്നെ 1-2 കോപ്പികളും കയ്യിൽ കരുതണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി നമ്മുടെ സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും. അപ്പോൾ അതിന് നോക്കാനൊക്കെ വേണ്ടി നിങ്ങളൊരു കോപ്പി നിങ്ങൾ കയ്യിൽ കൊടുക്കുക കേട്ടോ. ഒറിജിനലൊക്കെ നമ്മളവിടെ കൊടുക്കുകയല്ലേ, ഇനി നമ്മുടെ അഡ്മിഷൻ കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു കിട്ടുള്ളൂ. പിന്നെ ഇവിടെ എഴുതിയേക്കുന്നത് കാൻഡിഡേറ്റ് വിൽ ഏബിൾ ടു കൺഫേം ദ അഡ്മിഷൻ ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ദ അഡ്മിഷൻ ഓഫ് ഫീ. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ അഡ്മിഷൻ കൺഫേം ആവുള്ളൂ. നിങ്ങൾ ആ ഒരു ടൈമിൽ അഡ്മിഷൻ ഇവർ പറഞ്ഞേക്കുന്ന ആ ഒരു ഡേറ്റിൽ ഇല്ല എങ്കിൽ, അത് ഇൻഫോമും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു സീറ്റ് അടുത്ത ആൾക്ക് കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അലോട്ട്മെൻറ്റ് ഇൻ ദ ഷുവർ ലിസ്റ്റ് ഓഫ് എനി ഓഫ് ദ പ്രോഗ്രാം വിൽ ലീഡ് ടു ദ കാൻഡിഡേറ്റ് ഓഫ് ഓൾ ദ അതർ ലോവർ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇതിലിപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ഷുവർ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ താഴെയുള്ളതെല്ലാം ഡിലീറ്റ് ആയി പോകാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇഫ് ദർ ഈസ് എനി എക്സ്പെറൻസി ഇൻ ദ മാർക്ക് ഡീറ്റെയിൽ കാൻഡിഡേറ്റ് വിൽ ബി, അത് നിങ്ങൾക്കും അറിയാം. മാർക്ക് നമ്മൾ കൊടുത്തേക്കുന്ന മാർക്കിലും നമ്മൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മാർക്കിലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അഡ്മിഷൻ ക്യാൻസലായി പോകും എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇവർ തന്നേക്കുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ. പിന്നെ നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഫോർ UG ഇൻറ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ആർ പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് കാണാം. നിങ്ങളതിൽ നോക്കാം കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ പറയാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആ ഒരു പ്രോഗ്രാംസിൻ്റെ എന്നാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്നാണ് ചെല്ലേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവർ ഷെഡ്യൂൾ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ചെല്ലാം. അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. ഈ ഫോൺ നമ്പറിൽ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് കോൺടാക്ട് ചെയ്ത് അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സൊക്കെ നല്ല കൂളാണ്, നിങ്ങളായിട്ട് നന്നായിട്ട് സംസാരിക്കും. ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ ടു വേരിയസ് UG പ്രോഗ്രാം വിൽ ബി ഹെൽഡ് ആസ് പെർ ദ ഷെഡ്യൂൾ. ഈ ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ 11-ാം തീയതി 10 മണി മുതൽ 4 മണി വരെയും എയ്ഡഡ് BCom വിത്ത് ACCA ആ ഒരു കോഴ്സിൻ്റേതാണ്. സെൽഫ് ഫിനാൻസിങ് BCom വിത്ത് ACCA, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാർക്കറ്റിംഗ്, ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന കോഴ്സുകളിലേക്കൊക്കെയാണ് 11-ാം തീയതി 10 മുതൽ 4 മണി വരെ സമയം പറഞ്ഞേക്കുന്നത്. 12-ാം തീയതി ഇൻറ്റഗ്രേറ്റഡ് MSc കമ്പ്യൂട്ടർ സയൻസും BSc ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസും BSc ഫിസിക്സ് അതുപോലെ BSc മാത്സ് അതൊക്കെയാണ്. പിന്നെ 1 മണി മുതൽ 2 മണി വരെ BSc കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയാണ് എയ്ഡഡ് കോഴ്സുകളിലേക്കുള്ളത്. പിന്നെ BSW, BSc സൈക്കോളജി, BCA, BSc ഡേറ്റാ സയൻസ് എന്നുള്ള സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലേക്കും 12-ാം തീയതി 1 മണി മുതൽ 2 മണി വരെയാണ്. പിന്നെ 13-ാം തീയതി BA മലയാളം 10 മണി തുടങ്ങി 11:30 വരെ സ്പോർട്സ് കൾച്ചറൽ PD കോട്ടയുടെ ആ ഒരു ഇതും അതിൽ നടക്കുന്നുണ്ട്, ആ ഒരു ടൈമിൽ നടക്കുന്നുണ്ട്. അതായത് അത് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ വന്നേക്കുന്നതും ആ ഒരു ഡേറ്റ് തന്നെ എന്നുള്ളത് ഓർക്കുക കേട്ടോ. അല്ല എല്ലാവരും ഓക്കെ. ഇനി 14-ാം തീയതി 10 മണി മുതൽ 4 മണി വരെ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷനാണ്. ഇത്രയാണ് ഇവർ ഷെഡ്യൂൾ തന്നേക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏത് അഡ്മിഷനാണെങ്കിലും കോൺടാക്ട് നമ്പേഴ്സിൽ വിളിച്ച് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ അവർ ബിസി ആയിരിക്കും, അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെയും വിളിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിലൊക്കെ വിളിക്കാതിരിക്കുക, 10 മണിക്ക് ശേഷം വിളിക്കുക, 4 മണിക്ക് മുമ്പായിട്ടൊക്കെ വിളിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.